തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ പെരുമാറ്റച്ചട്ട ലംഘന നിരീക്ഷണവും ശക്തമായി. എറണാകുളം ജില്ലയിൽ അനധികൃതമായി സ്ഥാപിച്ച 54,233 പ്രചാരണ സാമഗ്രികൾ നിരീക്ഷണ ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തു. ADM കെ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഇതുവരെ അനധികൃതമായി സ്ഥാപിച്ച 54,233 പ്രചരണ സാമഗ്രികൾ നിരീക്ഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി നീക്കം ചെയ്തു. നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച 173 എണ്ണവും നീക്കം ചെയ്തു. ADM കെ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നോഡൽ ഓഫീസർമാർ ഓരോ പ്രദേശങ്ങളും സന്ദർശിച്ചാണ് നിരീക്ഷണങ്ങൾ നടത്തുന്നത്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന 56 ടീമുകൾ ജോലിക്കായുണ്ട്. അവധി ദിവസങ്ങളിലും നിരീക്ഷണം ശക്തമാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തോടൊപ്പം ഹരിത പെരുമാറ്റച്ചട്ടവും കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രകൃതിക്ക് ദോഷമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഫ്ലക്സുകൾ കണ്ടാൽ ഉടൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നടപടികളെല്ലാം ക്യാമറയിൽ പകർത്തുന്നുണ്ട്. പ്രചരണ വാഹനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളും നിരീക്ഷണത്തിന്റെ ഭാഗമാണ്. ഇതുവരെ പൊതുസ്ഥലങ്ങളിലെ അനധികൃതമായ 220 ചുമരെഴുത്തുകൾ, 50,666 പോസ്റ്ററുകൾ, 3,108 ബാനറുകൾ, 2,846 കൊടിതോരണങ്ങൾ എന്നിവ സംഘം പിടിച്ചെടുത്ത് നീക്കം ചെയ്തു. സ്വകാര്യ സ്ഥലങ്ങളിൽ നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച് സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകളും ബാനറുകളും മറ്റ് പ്രചരണ സാമഗ്രികളും നീക്കം ചെയ്തു. പെരുമ്പാവൂർ KSRTC സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സൂക്ഷിച്ചിരുന്ന മാസികകളും ഫ്ലൈയിങ് സ്ക്വാഡ് പിടിച്ചെടുത്തു. മീഡിയ 1 കൊച്ചി.